പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി എന്ന ഫേസ്ബുക്ക് പേജിലൂടെ ദൈവത്തിൻ്റെ തിരുവചനവുമായി ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരു ജീവിതത്തിൽ ഒരുക്ക് നല്ല ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് രാത്രി കർത്താവ് വലിയവ ഇന്ന് രാത്രി പ്രവർത്തിപ്പാൻ ശക്തനാണെന്ന് ഒരിക്കൽ കൂടെ തിരുവചനത്തിലൂടെ നമുക്ക് ചിന്തിക്കുവാൻ കർത്താവ് ഒരു അവസരം ഒരുക്കുന്നതിന് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുക. ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന പ്രിയ സിസ്റ്റർ കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ അല്പനിമിഷത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം അതിൻ്റെ 119 അധ്യായത്തിൻ്റെ 18 വാക്യം. സങ്കീർത്തനം 119 അതിൻ്റെ 18. നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു തിരുവചനം നമുക്കിന്ന് രാത്രിയിൽ ചിന്തിക്കുവാനിടയായി. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഇന്ന് രാത്രി നമ്മുടെ ന്യായപ്രമാണത്തിലുള്ള അത്ഭുതങ്ങൾ കാണുവാൻ, പ്രൈസ് ദി ലോർഡ്, ദൈവവചനത്തിലൂടെ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ട് അനുഭവിച്ച ഭക്തന്മാരെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കണ്ട ഭക്തന്മാരുടെ ജീവിത ചരിത്രം നമ്മൾ നോക്കിയാൽ അവിടെ ജീവിതത്തിൽ ഒത്തിരി പ്രയാസകരമായ അനുഭവങ്ങൾ കടന്നു വന്നപ്പോഴും എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുന്ന സമയങ്ങളിലും ന്യായപ്രമാണം അവിടെ ജീവിതത്തെ ചൈതന്യപ്പെടുത്തുവാനിടയായി. പ്രയാസകരമായ അനുഭവങ്ങളുടെ നടുവിലും കഷ്ടതയുടെ നടുവിലും രോഗത്തിൻ്റെ ബന്ധനാവസ്ഥയിലും അതായത് പ്രതികൂലമായ ശത്രുവിൻ്റെ ആ ഒരു പ്രയാസകരമായ അനുഭവത്തിൻ്റെ നടുവിലും തൻ്റെ ഭക്തന്മാർ നോക്കിയത് ന്യായപ്രമാണം മാത്രമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ദൈവിക ചിന്തകളും ആലോചനകളും തൻ്റെ ഭക്തന്മാരെ ദൈവം നിർത്തിയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഒരു ദൈവിക ചിന്ത ഇതാ. നമ്മുടെയും ജീവിതത്തിലൊക്കെ കടന്നു വരുന്ന പ്രയാസകരമായ അനുഭവത്തിന്റെ നടുവിലും നാം ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടാൽ, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാൻ കഴിയുമെങ്കിൽ നമ്മെ ഒരു സ്ഥാനത്തും പരാജയപ്പെടുത്താതെ അവിടെ നമ്മെ ജയത്തോടെ ഉയർത്തുവാനിടയായിത്തീരും. അത് ഭക്തൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവിക ചിന്ത ഞാൻ ഒരിക്കൽ കൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുക. നിന്റെ ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ന്യായപ്രമാണത്തിൽ ഒത്തിരി അത്ഭുതങ്ങളും അതിശയങ്ങളും അസാധാരണമായ ദൈവിക പ്രവർത്തികളും ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ പലപ്പോഴും നമ്മുടെ കണ്ണുകൾ അടയപ്പെട്ടതുപോലെ അകക്കണ്ണുകൾ തുറക്കുവാൻ കഴിയാതെ ആ ന്യായപ്രമാണത്തിന്റെ സത്യങ്ങളെ ഗ്രഹിക്കുവാൻ കഴിയാതെ, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന ദൈവിക ചിന്തകളെ നമുക്ക് ചിന്തിക്കുവാൻ കഴിയാതെ നമ്മുടെ കണ്ണുകൾ അടയപ്പെട്ട അനുഭവത്തിലായിരിക്കുന്നത് കൊണ്ട് നമുക്കതിൽ ഒരു അത്ഭുതം കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, നമ്മുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, തിരുവചനം നമ്മൾ ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നമ്മൾ നോക്കിയാൽ അനേക ഇടങ്ങളിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അതിശയങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ നമുക്ക് വർണ്ണിക്കുവാൻ കഴിയുന്നുണ്ട്. ആ പുറപ്പാട് പുസ്തകത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ, പുറപ്പാട് പുസ്തകത്തിൽ അതിന്റെ ആരംഭ ഭാഗം മുതൽ മോശ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ മോശ കാണുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ മോശ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ എങ്ങനെയാ കണ്ടത് നമുക്കറിയാം. മോശ ആ ഇസ്രായേൽ മക്കളെ വഴി നടത്തിക്കൊണ്ടുവരുമ്പോൾ പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിന്റെ അതിന്റെ 21, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. മോശ കടൽമേ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. ഈ സന്ദർഭം നമുക്കറിയാം. ആ ഇസ്രായേൽ മക്കൾ വഴി നടന്നു വരുന്ന സമയങ്ങളിൽ പ്രൈസ് ദി ലോർഡ് അവിടെ ആവശ്യതകളെ മോശ മനസ്സിലാക്കി ദൈവത്തോട് പ്രാർത്ഥിച്ച് അവർക്ക് ഒരു അല്ലലില്ലാതെ നടത്തിക്കൊണ്ട് വന്ന മോശ
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ആ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇത് അവർക്ക് രാത്രി മുഴുവൻ ഒരു മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ ചുണങ്ങിയ നിലമാക്കിയ ഒരു അനുഭവം അവിടെ കാണുവാൻ കഴിയുവാനിടയായി. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മൾ വിശ്വാസ ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലൂടെ നാം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് യാത്രമധ്യ ക്ലേശങ്ങൾ, യാത്രമധ്യ തടസ്സങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ നാം ഇന്ന് രാത്രി ചിന്തിക്കേണ്ട ഒരു ആത്മീക സത്യമിതാ, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളിലൂടെ നമുക്കൊത്തിരി ദൈവിക ചിന്തകൾ കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ വഴി നടത്തിയ ദൈവം, ഇസ്രായേൽ മക്കൾക്ക് വേണ്ടുന്നതെല്ലാം നൽകിക്കൊടുത്തവൻ, തന്റെ ജീവിതത്തെ ആ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിലവിളിക്കുന്ന സമയങ്ങളിലും, അല്ലെങ്കിൽ അവര് ദൈവത്തെ നിലവിളിച്ച സമയത്തും ദൈവത്തോട് പിറുപിറുക്കുന്ന സമയങ്ങളിലും, മോശ നമുക്ക് മുമ്പിൽ അടയപ്പെടുമ്പോഴും നാം എന്തു ചെയ്യണമെന്ന് വ്യാകുലപ്പെട്ട് പതറി നിൽക്കുന്ന സമയങ്ങളിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിന്മേൽ ചില അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ളവനെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? മുമ്പിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ആ വേളയിൽ പ്രതികൂലമായി നിൽക്കുന്ന ചെങ്കടലിനെ ആ മാനുഷികമായ പ്രവർത്തികളാൽ നമുക്കതിനെ വിഭാഗിക്കുവാൻ കഴിയത്തില്ല, മാനുഷികമായി നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്ന ദൈവം ആ ഒരു അത്ഭുതം തന്റെ ജനത്തിനു വേണ്ടി ആ ചെങ്കടലിനെ വിഭാഗിച്ചുണങ്ങിയ നിലത്തൂടെ തന്റെ ജനത്തെ വഴി നടത്തിയെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നീ ആത്മീക മണ്ഡലത്തിലും നിനക്ക് മുന്നോട്ട് പോകുവാൻ, നീ മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുമ്പോ പ്രതികൂലമായി ചെങ്കടൽ പോലെ പ്രതിസന്ധികൾ നിനക്ക് മുമ്പിൽ പ്രതികൂലമായി നിന്നാലും അതിനെ ഉണങ്ങിയ നിലമാക്കി നിന്നെ വഴി നടത്തുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ യേശു ക്രിസ്തു എന്ന് രാത്രി മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. മോശയ്ക്ക് ആ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ മോശയ്ക്ക് ഇടയായി. അവന്റെ ജീവിതത്തിൽ ചെങ്കടൽ പ്രതികൂലമായി നിന്നപ്പോഴും മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അതിനെ വിഭാഗിച്ച് ഉണങ്ങിയ നിലമാക്കി. അതുപോലെ ഇസ്രായേൽ മക്കൾക്ക് മാറയിലെ വെള്ളം ആ കൈപ്പേറിയ അനുഭവമായിരുന്നപ്പോ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 23-24 വാക്യങ്ങൾ വായിക്കുമ്പോ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല, അത് കയ്പുള്ളതായിരുന്നു, അതുകൊണ്ട് അതിന് മാറാ എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. ജനം ആ വെള്ളം കുടിക്കുവാൻ കഴിയാതെ കൈപ്പേറിയ അനുഭവത്തിലൂടെ അവർ മുന്നോട്ട് പോകുമ്പോ ദൈവത്തെ മോശയ്ക്ക് നേരെ അവർ പിറുപിറുക്കുവാനിടയായി. എന്നാൽ യഹോവയോട് മോശയെ അപേക്ഷിച്ചപ്പോൾ അവൻ ആ വെള്ളത്തിലൊരു വൃക്ഷം, അവനൊരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അവനത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ജീവിതത്തിന്റെ വിശ്വാസ മേടുകളിലൂടെ നീ യാത്ര ചെയ്യുമ്പോ ചില കൈപ്പേറിയ അനുഭവങ്ങൾ നിന്നെ പിന്തുടർന്നു എന്ന് വന്നേക്കാം. ഒരു തരത്തിലും മുന്നോട്ട് പോകുവാൻ കഴിയാതെ ആത്മീക മണ്ഡലങ്ങൾ അനുഭവിക്കുന്ന കൈപ്പേറിയ അനുഭവത്തിന്റെ നടുവിൽ ഇന്ന് രാത്രി കർത്താവ് പറയുക, അതിനെ മധുരമാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരുവനുണ്ട്. അത് കാണണമെങ്കിൽ ന്യായപ്രമാണത്തിന് അത്ഭുതങ്ങളെ നീ ഇന്ന് കാണുവാനുള്ള കണ്ണിന്ന് രാത്രി തുറക്കേണ്ടത് അത്യാവശ്യമാണ്. മോശ ഇസ്രായേൽ മക്കൾക്ക് ചിലത് കാണുവാൻ കഴിഞ്ഞില്ല. മോശ തന്റെ ജനത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് അവന്റെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി, ജനത്തിൻ്റെതായ അഭിവൃദ്ധിക്ക് വേണ്ടി മോശ ഇടിവിൽ നിന്നതുകൊണ്ട് അവന് സ്വർഗീയമായ അത്ഭുതങ്ങളെ കണ്ടുകൊണ്ട് അതിന് മുന്നോട്ട് പോകുവാനിടയായി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ വഴി അടയപ്പെട്ട അനുഭവത്തിലായിരിക്കുന്നെങ്കിൽ, ഏതെങ്കിലും അവസ്ഥയിൽ കൈപ്പേറിയ അനുഭവത്തിലൂടെ നീ മുന്നോട്ട് പോകുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, ആ കൈപ്പേറിയ അനുഭവത്തെ മാധുര്യമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന നിന്റെ ജീവിതത്തിന്മേൽ അവിടുന്ന് വെളിപ്പെടുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ മാറായുടെ അനുഭവത്തെ അവൻ ആ കൈപ്പേറിയ അനുഭവത്തെ മാധുര്യമാക്കിയവൻ. ആ ഇസ്രായേൽ മക്കൾ അത് കാണുവാനിടയായി. അതുപോലെ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പാറയിൽ നിന്ന് ആ വെള്ളം പുറപ്പെടുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഒരു സാധ്യതയും ഇല്ലാതിരിക്കുമ്പോ, എല്ലാ വഴികളും അസാധ്യമെന്ന് ചിന്തിക്കുന്ന മേഖലകളിൽ നാം എവിടെയൊക്കെ പതറി നിൽക്കുന്നു, അവിടെ നിനക്കു വേണ്ടി പുതുവഴി തുറക്കുന്നവൻ, പുതുപാതയെ
പാറയെ ഒരുക്കുന്നവൻ. ആ കല്ലായ അനുഭവങ്ങളെ മാറ്റി അവിടുന്ന് പാറയെ അടിച്ച് ജനത്തിന് വെള്ളം കൊടുത്ത ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ പാറയിൽ നിന്ന് ഒരു വെള്ളം ഒരിക്കലും പുറപ്പെടുവാൻ അസാധ്യമായ ഒരു കാര്യമാണ്. പക്ഷേ മോശ ആ പാറമേൽ അടിച്ചപ്പോൾ അതിൽ നിന്ന് വെള്ളം പുറത്തു വരുവാനിടയായി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറുക. ജീവിതത്തിന്റെ പല മേഖലകളിൽ വഴികൾ അടയപ്പെട്ട അനുഭവത്തിൽ ആ ഒരു ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ഒരു തരത്തിലും മുന്നോട്ട് ഗമിക്കുവാൻ കഴിയാതെ ഏതെങ്കിലും മേഖലകളിൽ പരാജയപ്പെട്ടായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, അത്ഭുതങ്ങളെ കാണിക്കുന്ന ദൈവം, അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവം, ഇന്ന് രാത്രി അത് കാണുവാൻ വേണ്ടി കർത്താവേ എന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയുമോ? ഇന്ന് രാത്രി ചില അത്ഭുതങ്ങളെ ഇന്ന് രാത്രി കാണുവാനിടയായി തീരും. ഒരിക്കലും അത്ഭുതം കാണുവാൻ കഴിയത്തില്ല. എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം കഴിയത്തില്ല, എല്ലാ വാതിലുകളും അടയപ്പെട്ട അനുഭവമാണ് എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന ദൈവത്തിലേണ്ടത് ഇന്ന് രാത്രി അവിടെയൊക്കെ ദൈവത്തിന്റെ കരം നീട്ടി അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ആത്മാവിൽ ഒരു ദൂത് കൈമാറുകയാ. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഇന്ന് രാത്രി ഒരു നിമിഷം ദൈവത്തോട് ഇങ്ങനെ പറ, കർത്താവേ ആ ന്യായപ്രമാണത്തില് ചില അത്ഭുതങ്ങളെ കാണുവാൻ എന്റെ കണ്ണുകളെ ഇന്ന് രാത്രി തുറക്കണമേ. പലപ്പോഴും അത്ഭുതങ്ങൾ നീ ചെയ്യാറുണ്ട്, അത്ഭുത പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്, എനിക്കതിനെ കാണുവാൻ കഴിയാതെ വണ്ണം എന്റെ അകക്കണ്ണുകൾ പലപ്പോഴും അടയപ്പെട്ട അനുഭവത്തിലായിരിക്കുന്നു. ഇന്ന് രാത്രി ഈ വചന ധ്യാനത്തിലൂടെ എന്റെ ആത്മീകമായ കണ്ണുകളെ ഇന്ന് രാത്രി തുറന്ന് എനിക്ക് വേണ്ടിയ അനുഗ്രഹം, എനിക്ക് വേണ്ടിയതായ ദൈവിക പ്രവൃത്തി, എനിക്ക് വേണ്ടിയതായ ദൈവിക നാളെ കാണുവാൻ രണ്ടാമതായി എന്റെ കണ്ണുകളെ തുറക്കണമേ. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങൾ മോശ തന്റെ ജനത്തിനു വേണ്ടി ചെയ്ത് ആ ജനത്തെ വഴി നടത്തിയതുപോലെ ഇന്ന് രാത്രി തന്റെ മക്കൾക്കു വേണ്ടി ആ ന്യായപ്രമാണത്തിൽ ചില അത്ഭുതങ്ങൾ നമ്മുടെ കുടുംബത്തിന്റെ അകത്ത്, വ്യക്തിപരമായ ജീവിതത്തിൽ, തലമുറകളുടെ മേൽ ദൈവം ഇന്ന് രാത്രി ചെയ്യുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക. പക്ഷെ ചെയ്യുമ്പോൾ അത് കാണുവാൻ കണ്ണുകളെ തുറക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടായിരിക്കണം. ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ദൈവം ഒരിക്കലും പ്രതികൂലമായി നിൽക്കത്തില്ല. വിശ്വസ്തയോടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു ദൈവവൈദ്യനെ ഒരിക്കലും അവൻ കൈവിടത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ആ വചന ധ്യാനത്തിലൂടെ ഞാൻ പറയാ, ഒത്തിരി അത്ഭുതങ്ങൾ നീ കാണാറുണ്ട്, ഒത്തിരി അത്ഭുതങ്ങൾ ലോകത്തിൽ നീ ദർശിക്കാറുണ്ട്, ഒത്തിരി അത്ഭുതങ്ങൾ നിന്റെ പലപ്പോഴും നീ ആയിരിക്കുന്ന മണ്ഡലത്തിന്റെ അകത്ത് നടക്കാറുണ്ട്. പലപ്പോഴും നിന്റെ ജീവിതത്തിന്റെ പല മേഖലകളിലും ആ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയാതെ, ചില വിടുതലുകൾ ഏറ്റെടുക്കുവാൻ കഴിയാതെ ഇന്ന് രാത്രി ഭാരപ്പെടുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുക, അത് ലോകത്തിനു വേണ്ടിയുള്ള ദൂതല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിന്മേൽ ഈ വചന കേൾവിയിലൂടെ തന്നെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ, ചില വിടുതലുകൾ, ചില ദൈവിക പ്രവൃത്തികൾ ഇന്ന് രാത്രി വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവിനാൽ ഒരു ദൂത് കൈമാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. നീ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത്? സാമ്പത്തികമായ തകർച്ചയിലാണോ? അത് രോഗത്തിന്റെ ബന്ധനത്തിലാണോ? അത് പൈശാചികമായ പിടിയിലാണോ നീ അകപ്പെട്ട് മുന്നോട്ട് പോകുവാൻ കഴിയാതെ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, അവിടെ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ക്രിസ്തു നിന്നോട് കൂടെയുണ്ട്. അവിടെ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് നിന്നെ മാനിപ്പാൻ ശക്തനായ ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ ആയിരിക്കുന്ന ദേശത്തോ, നീ ആയിരിക്കുന്ന ഭവനത്തിന്റെ അകത്തോ ഒരു തരത്തിലും മുന്നോട്ട് പോകുവാൻ കഴിയാതെ ആത്മീക മണ്ഡലങ്ങൾ പരാജയപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഈ ദൂത് കേൾക്കുമ്പോൾ തന്നെ ചില അത്ഭുതങ്ങൾ നിന്റെ ഭവനത്തിന്റെ അകത്ത് നടക്കുവാൻ പോവുക. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ഏത് വിഷയത്തിന്റെ നടുവിലാണോ നീ ഭാരപ്പെട്ടിരിക്കുന്നത്? ഏത് വിഷയത്തിലാണോ ഹൃദയം നുറുങ്ങി തകർന്നിരിക്കുന്നത്? നാളെ എന്തായി തീരും, നാളെ എന്റെ ജീവിതം എന്തായി തീരുമെന്ന് ഭാരപ്പെട്ടിരിക്കുമ്പോ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നാളെ കുറിച്ച് നീ
വ്യാകുലപ്പെടേണ്ട. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിന്റെ അകത്തളത്തിൽ ഒരത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിന്റെ അടുക്കലുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ച് അത് അസാധാരണമായ ദൈവിക പ്രവർത്തികൾ ഇന്ന് രാത്രി മുതൽ ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ നോക്കി ദൈവാത്മാവ് വെളിപ്പെടുത്തുക. എത്ര വിശ്വസിക്കുവാൻ കഴിയും? ഒരു കാര്യം മാത്രം ചിന്തിക്കുക, കർത്താവേ എന്റെ കണ്ണുകളെ തുറക്കണമേ. ഒത്തിരി അത്ഭുതങ്ങൾ നീ ചെയ്യുന്നുണ്ട്, ഒത്തിരി വീര്യപ്രവർത്തികൾ നീ ചെയ്യുന്നുണ്ട്. തന്റെ ഭക്തന്മാർ ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുന്നത് ഞാൻ ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടുണ്ട്. അത് ആ ഭക്തന്മാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അതെന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ വ്യക്തിപരമായ ജീവിതത്തിന് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടിയാണെന്ന് ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, അത് ആ അത്ഭുതങ്ങൾ എന്റെ കുടുംബത്തിന്റെ അകത്തത് വെളിപ്പെടട്ടെ, എന്റെ സഭയിൽ അത് വെളിപ്പെടട്ടെ, ഞാൻ ആയിരിക്കുന്ന ഭവനത്തിന്റെ അകത്തത് വെളിപ്പെടട്ടെ എന്ന് എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും? ഇന്ന് രാത്രി വചന ധ്യാനത്തിലൂടെ തന്നെ ചില അത്ഭുതങ്ങൾ നിന്റെ കണ്ണാലെ കാണുന്ന രാത്രിയാ. ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ശക്തനാണ്. ഇന്ന് രാത്രി ആ പ്രവർത്തിക്കുന്ന ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഇന്ന് രാത്രി നമുക്ക് ചേർന്നിരിപ്പാൻ കഴിയുമെങ്കിൽ ആ അത്ഭുതങ്ങൾ ഇന്ന് രാത്രി മുതൽ ആരംഭിച്ചു തുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. യോബിന്റെ ജീവിതം നോക്ക്. അവന്റെ ജീവിതത്തിൽ എല്ലാം തകർച്ചയായി, എല്ലാ നിലവാരത്തിൽ അവൻ നിരാശപ്പെട്ടു, തകർന്നു. ഒരു തരത്തില് പ്രത്യാശിക്കുവാൻ പോലും ഭഗയില്ല. അവന്റെ ഭാര്യ തന്നെ അവന് എതിരായി നിൽക്കുന്നു. ആ സ്ഥാനത്തും അവൻ മുറുകെ പിടിച്ചത് ന്യായപ്രമാണത്തിലെ ചില അത്ഭുതങ്ങളാണ്. അവൻ അറിയാം, എന്നെ സ്നേഹിക്കുന്ന ദൈവം അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിവുള്ളവൻ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? എല്ലാം നഷ്ടപ്പെട്ട് നിരാശപ്പെട്ട് അവൻ തകർന്നു പോവുകയല്ല ചെയ്തത്. അവൻ ദൈവത്തിൽ പ്രത്യാശ വച്ചതുകൊണ്ട് അവന് നഷ്ടപ്പെട്ടതിനേക്കാൾ അപ്പുറമായി ഇരട്ടിയായ ചില നന്മയുടെ ഉറവകൾ ദൈവം അവന് തുറന്നു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. യോസേപ്പിന്റെ ജീവചരിത്രം നോക്ക്. അവൻ എല്ലാവരാലും ഒറ്റപ്പെട്ട് ആ കുണ്ടറയുടെ അനുഭവത്തിലോ, ആ കാരാഗ്രഹത്തിന്റെ അനുഭവത്തിലോ, ആ പൊട്ടക്കിണറ്റിന്റെ അനുഭവത്തിലും ആയിപ്പോയപ്പോഴും അവിടെയും അവൻ അവിശ്വസിച്ചില്ല. എന്റെ ദൈവത്തിന് ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയോ? എന്റെ ദൈവത്തിന് ഇവിടെ നിന്ന് എന്നെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയോ? ഏത് ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ ഞാൻ ആയിരുന്നാലും അവിടെ നിന്ന് എന്നെ കരകയറ്റുവാൻ കഴിയുമെന്ന് അവൻ ഉറച്ച് ആ വചനത്തിൽ ഉറച്ചതുകൊണ്ട് അവൻ പിന്നത്തേതിൽ അവൻ മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോഴും ആ ദൈവത്തിന്റെ പ്രവർത്തികളെ അവൻ വർണ്ണിക്കുവാനിടയായി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് ആലോചന പറയുക. എല്ലാവരാലും നിന്നെ കൈവിടുമ്പോഴും, സഹോദരങ്ങൾ നിന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും, നീ ആയിരിക്കുന്ന മണ്ഡലത്തിന്റെ ഏകാന്തതയുടെ നടുവിൽ നീ ആയി പോകുമ്പോഴും നീ ഭാരപ്പെടേണ്ട. അവിടെയും ഇറങ്ങി വരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അവിടെ നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാൻ കഴിവുള്ളവർ, അവൻ ഇന്നും നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ളവനായി കൂടെയുണ്ട്. ആ ദൈവം നിനക്ക് വേണ്ടി അതിശയം പ്രവർത്തിപ്പാനിടയാവും. നീ രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിമാരെ, ദാസന്മാരെ, നീ ചിന്തിക്കുന്നു, നീ ഹൃദയത്തിന്റെ അകത്ത് ഇങ്ങനെ പറയുന്നില്ലേ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? കടബാധ്യതയിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്നില്ല, എല്ലാം അവസാനിച്ചു പോയി, നാളെ എന്റെ ജീവിതം മരണത്തിന്റെ വക്കോളം എത്തിയിരിക്കുന്നു, എനിക്ക് എങ്ങനെ ജീവൻ പ്രാപിപ്പാൻ കഴിയുമെന്ന് ഇന്ന് രാത്രി പ്ലാറ്റ്ഫോമിൽ ഇരുന്നു കൊണ്ട് പറയുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, ഇന്ന് നിന്നോട് ആ ദൈവത്തിന്റെ ആലോചന പറയുന്നത്, നിന്റെ ഏത് ഭാരത്തെയും മാറ്റുക, നിന്റെ ഏത് അവസ്ഥകൾക്കും മാറ്റം തരുക. ഈ ന്യായപ്രമാണത്തിലൂടെയുള്ള ചില അത്ഭുതങ്ങൾ നിന്നെ അവിടെ ബലപ്പെടുത്തുവാനിടയായി തീരും. ഈ അത്ഭുതം ന്യായപ്രമാണത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയ തന്റെ ഭക്തന്മാർ ദൈവവചനത്തിൽ ആശ്രയിച്ചതുകൊണ്ട് തന്റെ ഭക്തന്മാർ ഒരിടത്തും പരാജയപ്പെട്ടില്ല. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെടുവാൻ കഴിയാത്ത ഒരു ക്രിസ്തുവിനെയാണ് നീ പിന്തുടരുന്നു എങ്കിൽ ആ ദൈവം നിനക്ക് വേണ്ടി അസാധാരണമായ ദൈവിക പ്രവൃത്തികൾ ഇന്ന് രാത്രി വെളിപ്പെടുത്തുവാനിടയായി തീരും. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? ആ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് ഞാൻ വരട്ടെ. കണ്ണുകളെ തുറക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ആദാമും ഹവ്വായും ആ പാപം ചെയ്തപ്പോൾ അവിടെ കണ്ണുകൾ പാപം ചെയ്തപ്പോൾ അവർക്ക് ആ പാപം ചെയ്ത് അവർ തോട്ടത്തിൽ നിന്ന് പുറത്താകപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. 3-ന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഉടനെ ഇരുവരുടെ കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു, അത്തിയില കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം തന്റെ മക്കളെ സുരക്ഷിതമായി തോട്ടത്തിന്റെ അകത്താക്കിയപ്പോഴും
സാത്താൻ പിശാചിന്റെ വാക്ക് കേട്ട് അവർ ആ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞപ്പോഴും അത് കഴിച്ചത് മുഖാന്തരം അവരുടെ കണ്ണ് തുറക്കുവാനിടയായി. അവർ നഗ്നരെന്ന് മനസ്സിലായി. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, അനുസരണക്കേട് നമ്മുടെ കണ്ണുകൾ അടയപ്പെടുവാനിടയായി തീരും. അനുസരണക്കേട് കാണിച്ച ദൈവവചനത്തിനു വിരുദ്ധമായി അനുസരണക്കേട് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ണുകൾ അവിടെ തുറക്കത്തിൽ അടയപ്പെടുക. ആ ആദാമും ഹവ്വായുടെയും ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവർ തിന്നരുതെന്ന് കൽപ്പിച്ച ഫലം കഴിച്ചത് മുഖാന്തരം പ്രൈസ് ദി ലോർഡ് അവർക്ക് സംഭവിച്ച അനുഭവം നോക്കുക. അവിടെ കണ്ണിനെ പിന്നെ തുറക്കുവാനിടയായി. അപ്പോഴവർ നഗ്നരെന്ന് മനസ്സിലായത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയട്ടെ, പാപം നമ്മെ പിന്തുടരുവാൻ സാധ്യതയുണ്ട്. പിശാച് നമ്മെ വല്ലാതെ പലയിടത്തും കീഴ്പ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. അവിടെയും ആ പാപത്തിന് നാം അടിമപ്പെട്ടു പോകാതെ ക്രിസ്തുവിൽ നിലനിൽക്കുവാൻ കഴിയുമെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മേൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ആ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു, ദൈവം അവളുടെ കണ്ണു തുറന്നു, അവൾ ഒരു നീരുറവ കണ്ടു, ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ആ അനുഭവം നമുക്കറിയാം. ഹാഗാറിനെ അബ്രഹാം അവളുടെ ജീവിതത്തിൽ കഷ്ടത എന്തെന്നോ ഭാരമെന്തെന്നോ അറിയാതെ ഒരു യജമാനന്റെ ഭവനത്തിന്റെ അകത്ത് അവൾ സുരക്ഷിതമായി കഴിഞ്ഞു. ഇതാ ഒരു സുപ്രഭാതത്തിൽ വേഗത്തിൽ ഒറ്റ രാത്രി കൊണ്ട് ആ അബ്രഹാം ഒരു തീരുമാനമെടുത്ത് പ്രഭാതത്തിൽ അവളെ വിളിച്ച് പറയുക, ഹാഗറിനോട് പറയുക, അവളുടെ കയ്യിൽ ഒരു തുരുത്തി വെള്ളവും അപ്പവും കൊടുത്തിട്ട് ആ കുഞ്ഞിനെയും തോളിലേന്തി അവിടെ നിന്ന് ഇറക്കി വിടുന്ന അനുഭവം നോക്കുക. ഒരു തരത്തിലും ചിന്തിക്കാത്ത ഒരു സംഭവമാ ഹാഗാറിന്റെ ജീവിതത്തിൽ അവിടെ സംഭവിച്ചത്. ഒരിക്കലും അവൾ യജമാനന്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഒറ്റ രാത്രിയുടെ അനുഭവത്തിന്റെ നടുവിൽ അവൾ ആ ഭവനം വിട്ടിറങ്ങേണ്ടി വന്നു. ആ സമയത്ത് അവൾ 17-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോ അവള് ആ ബാലനെയും എടുത്തുകൊണ്ട് അവൾ ഒരു എമ്പമ്പാട് ദൂരത്ത് കുട്ടിയുടെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ബെർശേബ മരുഭൂമിയിൽ അവൾ ഉഴന്ന് നടന്നിട്ട് കുഞ്ഞിനെ എടുത്ത് കുറുങ്കാറ്റിന്റെ തണലിലിട്ടിട്ട് അവൾ പോയി ഒരുമ്പമ്പാട് ദൂരത്തിരുന്നവള് പ്രൈസ് ദി ലോർഡ് കുഞ്ഞിന്റെ മരണം കാണണ്ട എന്ന് പറഞ്ഞു ഉറക്കെ കരഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ദൈവം ബാലന്റെ നിലവിളി കേട്ടിട്ട് ആ നിലവിളിയുടെ നടുവിൽ, ഹാഗറേ നിനക്കെന്ത്, നീ ഭയപ്പെടേണ്ട, ബാലൻ ഇരിക്കുന്നിടത്ത് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. എന്നിട്ട് അവളുടെ കണ്ണ് തുറന്നിട്ട് ഒരു നീരുറവയെ കാണിച്ച് അവൾ തുരുത്തിയിൽ വെള്ളം നിറച്ചു ബാലനെ കുടിപ്പിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയാം, ചില അനുഗ്രഹങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പലപ്പോഴും അത് കണ്ണാലെ കാണുവാൻ കഴിയാതെ നമ്മുടെ കണ്ണുകൾ അടയപ്പെട്ട അനുഭവത്തിലായിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കർത്താവിനോട് നിലവിളിക്കുക, കർത്താവിന്റെ കണ്ണുകളെ തുറക്കണമേ. ചില അത്ഭുതങ്ങൾ കാണുവാൻ, ചില വിടുതലുകൾ ഏറ്റെടുക്കുവാൻ, ഒരു ദൈവിക പ്രവൃത്തി എന്നിലൂടെ സാധ്യമാകുവാൻ എന്റെ കണ്ണുകളെ ഇന്ന് രാത്രി തുറക്കണമേ എന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുമെങ്കിൽ ചില അത്ഭുതം കാണുവാൻ നിന്റെ കണ്ണുകളെ ദൈവം ഇന്ന് രാത്രി തുറക്കുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന് സമയം ദൈർഘ്യം കൊണ്ട് എടുക്കുന്നില്ല. 16-17 വാക്യങ്ങൾ വായിക്കുമ്പോ എലീശ പ്രാർത്ഥിച്ചു ബാല്യക്കാരുടെ കണ്ണുകളെ തുറക്കുവാനിടയായി. ആ സംഭവം നമുക്കറിയാം. ശത്രു ഇതാ അവരെ തകർക്കുവാൻ കടന്നു വരികയാ. അവരെക്കാൾ അപ്പുറമായ ഒരു ജനസമൂഹം അവർക്ക് പ്രതികൂലമായി നിൽക്കുന്നു. ബാല്യക്കാർക്ക് അത് കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ എലീശ പ്രാർത്ഥിച്ചു, അവിടെ കണ്ണുകളെ തുറന്നപ്പോ ആ ശത്രുഗണത്തിൽ നിൽക്കുന്നതിനേക്കാൾ അപ്പുറമായ ഒരു സൈന്യം തങ്ങളോടൊപ്പം ഉണ്ട് എന്ന് കാണുവാൻ ആ ബാല്യക്കാരുടെ കണ്ണുകളെ ദൈവം തുറന്നു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്നെ തകർക്കുവാൻ വരുന്ന ശത്രുഗണ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ വരുന്ന ശത്രുഗണത്തെ കാണുവാനുള്ള കണ്ണിന്ന് രാത്രി തുറക്കുവാൻ ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി നിന്റെ കണ്ണുകളെ ദൈവം തുറന്നു കഴിഞ്ഞാൽ ശത്രുവിനെ കാണുവാൻ കഴിയോ, പ്രതികൂലങ്ങളെ കാണുവാൻ കഴിയോ, നിന്നെ തകർക്കുവാൻ വരുന്ന പ്രയാസകരം അനുഭവങ്ങളെ കാണുവാൻ കഴിയോ? പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ട് തകർന്നു പോകുന്നത് മുമ്പിൽ വരുന്ന ശത്രുഗണത്തെ കാണുവാൻ കഴിയാതെ ആ ശത്രുവിന്റെ മുമ്പിൽ നാം വീണു പോകുന്നത് കൊണ്ട് പലയിടത്തും നമുക്ക് പരാജയം സംഭവിക്കുന്നു.
ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പറയുക, പ്രൈസ് ദി ലോർഡ്, ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ തുറക്കുവാൻ, ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ കഴിയുമെങ്കിൽ ചില അത്ഭുതങ്ങൾ നമ്മുടെ കണ്ണാലെ കാണുവാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും, കർത്താവേ ഈ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ മേൽ ചില അത്ഭുതങ്ങളെ കാണുവാനിടയാകും. നിന്റെ കണ്ണാലെ തന്നെ കാണുവാനിടയായി തീരും. ഇന്ന് രാത്രി ഭക്തന്മാർ അനേകയിടത്ത് പ്രതികൂലമായ സാഹചര്യങ്ങളുടെ നടുവിലായിരിക്കുമ്പോഴും തൻ്റെ ഭക്തന്മാർ ആ കണ്ണുകളെ തുറന്ന് കാണുന്നത് അത്ഭുതങ്ങളാണ്. ദാനിയേലിനെ കുറിച്ച് ചിന്തിച്ചു നോക്ക്. ദാനിയേൽ സിംഹക്കുഴിക്കകത്ത് കിടക്കുമ്പോഴും അവൻ അങ്ങനെ എന്നെ ഇവിടെ നിന്ന് വിടിവിപ്പാൻ കഴിവുള്ളവൻ ഉണ്ട് എന്ന് മനസ്സിലാക്കി അവൻ ദൈവത്തോട് പ്രാർത്ഥനയോടെ ആയിരുന്നു. എന്നാൽ അവന് പ്രതികൂലമായി നിന്ന് സിംഹത്തിന്റെ വായടച്ച് അത്ഭുത പ്രവൃത്തി അവൻ കണ്ണാലെ കാണുവാനിടയായി. അവന്റെ ദൃഷ്ടിയിൽ ആശ്ചര്യമാ, ഒരു മാനുഷികമായ ഒരു വ്യക്തി വന്നല്ല അവന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചത്. സ്വർഗത്തിലെ ദൈവം തന്നെ അവന് വേണ്ടി ഇറങ്ങി ആ സിംഹത്തിന്റെ വായ അടച്ച് അവനെ പുറത്തു, ആ സിംഹത്തിന്റെ ഗുഹയിൽ നിന്ന് അവനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിഞ്ഞു എങ്കിൽ ഇന്ന് രാത്രി അത് കാണുവാനുള്ള കണ്ണ് ഇന്ന് രാത്രി എനിക്ക് തുറക്കണമേ എന്ന് ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ചില അത്ഭുതങ്ങൾ ദൈവം ഇന്ന് രാത്രി നിന്നെ കാണിക്കുവാൻ പോവുക. അസാധ്യമെന്ന് ചിന്തിക്കുന്ന പല മേഖലകളിലൂടെ ദൈവം ചില അത്ഭുത വഴികൾ നിനക്ക് തുറന്ന് ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ കാണുവാൻ പോവുക. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കുവാൻ കഴിയും? കർത്താവേ, ഇന്ന് രാത്രി ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. ആ വചനത്തിൻ പ്രകാരം ഇന്ന് രാത്രി എന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് ഇന്ന് രാത്രി ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ ചില അത്ഭുതങ്ങൾ നാളെയല്ല ഇന്ന് രാത്രി ദൈവം നിന്നെ കാണിപ്പിക്കും. രാത്രി അതിനായി ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കുക. രാത്രി ആ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ദൈവത്തിന്റെ കേൾപ്പിക്കുക. ഈ വചനം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ, ഈ വചനം നമ്മെ ബലപ്പെടുത്തട്ടെ. ചില ന്യായപ്രമാണത്തിലെ ചില അത്ഭുതങ്ങൾ കാണുവാൻ ഇന്ന് രാത്രി മുതൽ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് രാത്രി ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് ആലോചന പറഞ്ഞ് രാത്രി ഞാൻ വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവത്തിന്റെ ആലോചന വ്യക്തമായി അറിയിപ്പാനിടയായി ന്യായപ്രമാണത്തിലെ ചില അത്ഭുതങ്ങളെ തന്റെ ജനത്തെ അവിടെ നിന്ന് കാണിക്കണമേ. രാത്രി ഭാരത്തോടെ, നിരാശയോടെ, കണ്ണുനീരോടെ ആയിരിക്കുന്ന തന്റെ ജീവിതത്തിന്റെ മേൽ, തന്റെ മക്കളുടെ മേൽ ദൈവം ഇന്ന് രാത്രി ചില അത്ഭുതങ്ങൾ അവിടെ നിന്ന് വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കായി നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ തിരുവചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ്